ജിയോ സിനിമയിൽ റിലീസിനൊരുങ്ങി അനന്തപുരിയുടെ സ്വന്തം ഓണവിൽ ദ ഡിവൈൻ ബോ. ഓണവില്ലിന്റെ ചരിത്രവും സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്നതാണ് അരമണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി. ആനന്ദ് ബനാറസും ശരത് ചന്ദ്ര മോഹനും ചേർന്ന് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ശിവരാത്രി നാളിൽ പ്രേക്ഷകരിലേക്ക് എത്തും. മാത്രമല്ല കേരളക്കരയുടെ മുഴുവൻ അഭിമാനമാണ് ഓണവില്ല്. ഓണവില്ലിന്റെ ചരിത്രവും ഐതിഹ്യവും തുറന്നു പറയുന്നതാണ് ഓണവില്ല് ദി ഡിവൈൻ ബോ. നീണ്ട നാളത്തെ പരിശ്രമവും ഗവേഷണവുമാണ് ഡോക്യുമെന്ററിയിലൂടെ ആനന്ദ് ബനാറസും ശരത് ചന്ദ്ര മോഹനും ചേർന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇരുവരും ചേർന്നാണ് സംവിധാനവും. കൾച്ചറൽ ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചത്. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള കലാരൂപങ്ങളും കൂടാതെ ആർട്ടിഫാക്ട്സ് പുരാവസ്തുക്കളുടെയും എല്ലാം ഒരു പ്രചരണവും അതിനെ ഒരു പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഹിസ്റ്ററി ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയുടെയും യുവനടൻ ഉണ്ണിമുകുന്ദന്റെയും ശബ്ദ സാന്നിധ്യം ഉണ്ടെന്നതും ഈ ഡോക്യുമെന്ററിയുടെ പ്രത്യേകതയാണ്. സുരേഷ് കുമാർ, ജനം ടിവിയുടെ ചെയർമാനായിട്ടുള്ള സുരേഷ് കുമാർ സാർ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി ഇതിലൊരു ശബ്ദ സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ ഇതിൽ ശബ്ദ സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബെൽജിയൻ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള സ്റ്റീഫൻ ഒർലാൻഡോ ആണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അതായത് മിക്സ് ചെയ്തിരിക്കുന്നത് പെറി ബാർത്തിലോമ എന്ന് പറഞ്ഞിട്ടുള്ള ബെൽജിയൻ മ്യൂസിക് ഡയറക്ടറാണ്. താനിയ ദേവ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് സിംഗറിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിനം ഡോക്യുമെന്ററി ജിയോ സിനിമാസിൽ റിലീസ് ചെയ്യും. കാലക്രമേണ അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളുടെയും പൈതൃക വസ്തുക്കളുടെയും സംരക്ഷണവും പ്രചാരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരുടെ പുതിയ തുടക്കം. ജനം, തിരുവനന്തപുരം.